മാഡം, നിങ്ങൾ നിങ്ങളുടെ ക്യാബിനിലേക്ക് പോയിക്കോളൂ എന്ന് വരുൺ അവളോട് വളരെ ശാന്തമായി പറഞ്ഞു. അതോടെ അവൾ ഒരു നിമിഷം പോലും വൈകാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോൾ അവിടെ ആ മൂന്ന് പേർ മാത്രമാണ് ബാക്കിയുള്ളത്. വിക്രം ദേഷ്യം കൊണ്ട് തല കൈകളിൽ താങ്ങിയിരിക്കുകയാണ്. വിക്രം, നീ വിഷമിക്കാതിരിക്ക്. നമുക്കിതിനൊരു വഴി കണ്ടെത്താം. നീ ആദ്യം ഈ വെള്ളം കുടിക്ക്. വരുൺ അവൻ്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നീട്ടിവെച്ചു. അവൻ അതങ്ങനെ വാങ്ങി. പക്ഷെ അവൻ്റെ ഉള്ളം ദേഷ്യം കൊണ്ട് തിളച്ചു മറിയുകയായിരുന്നു. വിക്രം തൻ്റെ കമ്പനി കാര്യങ്ങളിൽ എപ്പോഴും ചിട്ടയുള്ള ആളാണ്. ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവൻ ഈ നിലയിലെത്തിയത്. വ്യാജോൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനികളുമായി അവൻ ഒരിക്കലും കരാറുകൾ ഏർപ്പെടാറില്ല. അങ്ങനെയുള്ളവരുമായി ഒരു ബന്ധവും വെക്കാറുമില്ല. പക്ഷേ ഒരു ചെറിയ അബദ്ധം അവൻ്റെ പേരിന് കളങ്കം വരുത്തിയിരിക്കുകയാണ്. അവർ അയച്ച പേപ്പറുകളിൽ അവൻ്റെ ഒപ്പ് വ്യക്തമായി തന്നെയുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വിചാരിച്ചാൽ പോലും വിക്രമിന് ആ കരാറിലെ നിബന്ധനകൾ തള്ളിക്കളയാൻ കഴിയില്ല. ആ നിബന്ധനകൾ അനുസരിച്ച് ഇനി ആ വ്യാജോൽപ്പന്നങ്ങൾ അവരുടെ കമ്പനി വഴി തന്നെ വിൽക്കണം. പോരാത്തതിന് അതിൻ്റെ പരസ്യങ്ങൾ ചെയ്യുകയും വേണം. ഇതുമൂലം അവൻ്റെ കമ്പനിക്കുള്ള നല്ല പേര് പൂർണ്ണമായും ഇല്ലാതാകും. അവന് തൻ്റെ ക്യാബിനിൽ ഇരുന്ന് കരയുകയാണ്. തനിക്ക് പറ്റിയ തെറ്റിൻ്റെ ആയം അവൾക്ക് ഇപ്പോൾ നന്നായി മനസ്സിലാകുന്നുണ്ട്. അവൾ ശ്രദ്ധിക്കാതെ ആ പേപ്പറുകൾ ഫയലുകളുടെ കൂടെ കൊണ്ടുവച്ച് ഒപ്പിടുകയായിരുന്നു. വിക്രമവർമ്മയും ഫോണിൽ സംസാരിക്കുന്ന തിരക്കിൽ ശ്രദ്ധിക്കാതെ അതിലെല്ലാം ഒപ്പിട്ടു നൽകി. ഇതിനാൽ അവന് വലിയൊരു നഷ്ടമാണ് വന്നിരിക്കുന്നത്. കരഞ്ഞു കരഞ്ഞ് അവളുടെ മൂക്കൊക്കെ ചുവന്നു. അവളുടെ ജോലിയുടെ ആദ്യത്തെ അനുഭവം ഒട്ടും ശരിയായില്ല. ഇവിടെ വന്നതു മുതൽ വിക്രമിൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് അപമാനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ അവൻ തനിക്ക് ശമ്പളം പോലും തരില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഈ നഷ്ടം മുഴുവൻ അവൻ തൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ ഈടാക്കും. ഇപ്പോൾ അവൾക്ക് മറ്റൊരു പുതിയ ആകുലത കൂടി തലപൊക്കി തുടങ്ങി. വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു രൂപ പോലും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഹോസ്റ്റൽ വാടക, കറണ്ട് ബില്ല്, യൂണിവേഴ്സിറ്റി ഫീസ്, ഇതൊക്കെ എങ്ങനെ അടക്കും? നിങ്ങളെ സാർ വിളിക്കുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് തലയുയർത്തി നോക്കി. കണ്ണീർ തുടച്ചു മാറ്റി തീർത്ത നിരാശയോടെ അവൾ അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു. നീ എനിക്ക് വരുത്തി വെച്ച ഈ വൻ നഷ്ടത്തിന് നീ ആരാണ് പരിഹാരത്തുക തരിക? അവളെ കണ്ടപാടെ അവൻ വീണ്ടും ദേഷ്യപ്പെട്ടു. ആ സമയത്ത് ഓഫീസിൽ അവർ 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമത് ഒരാളും അവിടെ ഇല്ലായിരുന്നു. വരുൺ ആ പേപ്പറുകളെടുത്ത് കമ്പനി ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പോയി. സാർ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. അവൾക്കൊരു നിമിഷം പൊട്ടിക്കരയാൻ തോന്നി. അവളിത് എങ്ങനെയാണ് അവനെ ബോധ്യപ്പെടുത്തുക? അറിയാതെ പറ്റിയതാണെങ്കിലും മനഃപൂർവ്വം ചെയ്താണെങ്കിലും നഷ്ടം വന്നത് എനിക്കല്ലേ? അവൻ്റെ സംസാരം വളരെ ക്രൂരമായിരുന്നു. പറയൂ, നിനക്ക് ഞാൻ എന്ത് ശിക്ഷയാണ് തരേണ്ടത്? നിന്നെ പോലീസിൽ ഏൽപ്പിക്കണോ? അതോ ശമ്പളമില്ലാതെ 2-3 വർഷം ഇവിടെ എന്നോടൊപ്പം ജോലി ചെയ്യിപ്പിക്കണോ? വിക്രം വളരെ കഠിനമായ സ്വരത്തിൽ ചോദിച്ചു. അവളൊന്നും മിണ്ടാകാതെ അവിടെ തന്നെ തറഞ്ഞു നിന്ന് പോയി. പോലീസ് എന്ന വാക്ക് കേട്ടപ്പോഴേ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. താൻ ചെയ്ത തെറ്റിന് പോലീസിനെ വിളിക്കത്തക്ക വലിയ തെറ്റല്ലല്ലോ. വേഗം പറയൂ, അവൻ ഉറക്കെ അലറി. അവളുടെ ശരീരം മുഴുവൻ ഒന്നുറച്ചുപോയി. കണ്ണുകൾ കണ്ണീരാൽ നിറഞ്ഞു തുളുമ്പി. സാർ, ഞാൻ പോലീസിനെ വിളിക്കാൻ മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം അബദ്ധത്തിൽ പറ്റിയതാണ്. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ തൊണ്ടയിടറി. ശബ്ദം പുറത്തേക്ക് വരാത്ത അവസ്ഥയിലായി. ശരി, ഞാൻ പോലീസിനെ വിളിക്കരുത് എന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ എൻ്റെ ഒരു നിബന്ധന സമ്മതിക്കണം. അവനത് പറഞ്ഞപ്പോൾ അവനെ അത്ഭുതത്തോടെ അവനെ നോക്കി. എന്ത് നിബന്ധനയായിരിക്കും എന്നവൾ ആലോചിച്ചു. എന്ത് നിബന്ധനയാണ് സാർ? അവളുടെ നെഞ്ച് ഭയം കൊണ്ട് പടപട ഇടുക്കുകയായിരുന്നു. അവനിനി എന്ത് നിബന്ധനയായിരിക്കും വെക്കാൻ പോകുന്നെന്നോർത്ത്. നിബന്ധന എന്താന്ന് വെച്ചാൽ നീ ഇനി മുതൽ ഈ ഓഫീസിലല്ല ജോലി ചെയ്യേണ്ടത്. എൻ്റെ വീട്ടിൽ വീട്ടുജോലിക്കാരിയായി വരണം. ഇതാണ് നിനക്കുള്ള ശിക്ഷ. ഒരു പക്ഷേ നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് നീ മാത്രമായിരിക്കും ഉത്തരവാദി. അവൻ്റെ സംസാര രീതി അത്രമാത്രം കഠിനമായിരുന്നു. അവൾ ഉള്ളാകെ വിറച്ചുപോയി. അപമാനം കൊണ്ട് അവളുടെ മുഖം കനൽക്കട്ട പോലെ ചുവന്നു തൊടുത്തു. അവൻ തന്നെ ഇത്രയേറെ തരം താഴ്ത്തി കാണുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. തന്നെ ഒരു വീട്ടുജോലിക്കാരിയാക്കി മാറ്റി തൻ്റെ ആത്മാഭിമാനത്തെയും അഹങ്കാരത്തെയും ചമട്ടിക്കൊണ്ട് അടിച്ചു തകർക്കാനാണ് അവൻ വിചാരിക്കുന്നത്. തന്നെ വേദനിപ്പിക്കാൻ ഈ ക്രൂരൻ എത്ര വിചിത്രമായ വഴിയാണ് തിരഞ്ഞെടുത്തത്. തീരാത്ത ദുഃഖത്തോടെ അവൾ ആലോചിച്ചു നിന്നു. പറയൂ, എന്താണ് നിന്റെ തീരുമാനം? പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണോ? അതോ എൻ്റെ നിബന്ധന സമ്മതിക്കുകയാണോ? വിക്രം വളരെ കടുത്ത ശബ്ദത്തിൽ അവളോട് വീണ്ടും ചോദിച്ചു. അവനവളുടെ കണ്ണുകളിൽ നിറഞ്ഞു വന്ന കണ്ണീർ ബലമായി തുടച്ചു മാറ്റി. സാർ, നിങ്ങളുടെ കണ്ണിൽ ഞാൻ അത്രയും നീചമായൊരു ശിക്ഷ അറിയാനാണോ?
അവളുടെ ശബ്ദത്തിൽ വിചിത്രമായൊരു വേദന നിഴലിച്ചിരുന്നു. അതെ, കാരണം നിന്നെപ്പോലെയുള്ള ഒരു നാട്ടിൻപുറത്തുകാരി മണ്ടിയായ പെൺകുട്ടിക്ക് ഇതിലും നല്ലൊരു ജോലി വേറെ ഉണ്ടാവില്ല. വിക്രം എല്ലാ അതിരുകളും ലംഘിച്ച് അവളുടെ വ്യക്തിത്വത്തെ അത്രത്തോളം ചെറുതാക്കി സംസാരിച്ചു. അതവളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. ജീവിതത്തിൽ ആദ്യമായാണ് അവൾ ഇങ്ങനെയൊരു അപമാനം നേരിടുന്നത്. ഞാനൊരു നാട്ടുപുറത്തുകാരി ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെയൊന്നും ദയയും കാരുണ്യവും കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ എനിക്കില്ല. അവളുടെ ക്ഷമയുടെ നെല്ലിപ്പലകയും ഇപ്പോൾ തകർന്നിരുന്നു. എപ്പോഴോ തുടങ്ങിയതാണ് അവൻ അവളുടെ ആത്മാഭിമാനത്തെ ചവിട്ടി മെതിക്കാൻ നോക്കുന്നത്. ശബ്ദം താഴ്ത്ത്. എന്നോട് ഇത്രയും ഉറക്കെ സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. നീ ഇപ്പോഴും എൻ്റെ കാരുണ്യത്തിലാണ് കഴിയുന്നതെന്ന കാര്യം മറക്കണ്ട. നീ എനിക്ക് വരുത്തിവെച്ച നഷ്ടത്തിന് ശേഷം എൻ്റെ നേരെ കണ്ണുയർത്തി നോക്കാൻ പോലും നിനക്ക് അവകാശമില്ല. അവൻ ദേഷ്യം കൊണ്ട് വിറക്കുന്നൊരു സിംഹത്തെ പോലെ ഗർജിച്ചു. വേദന നിറഞ്ഞ കണ്ണുകളോടെ അവൾ ആ അഹങ്കാരിയെ നോക്കി. അവൻ അവളുടെ മുന്നിൽ മറ്റാരെയും മനുഷ്യരായി പോലും കൂട്ടാറില്ലല്ലോ. ശരി സാർ, നിങ്ങളുടെ നിബന്ധനകളെല്ലാം ഞാൻ സമ്മതിക്കുന്നു. അവൾ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. ആ ക്രൂരനായ മനുഷ്യനോട് ഇനിയും സംസാരിച്ച് സ്വയം അപമാനിതയാകാൻ അവൾ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞ നഷ്ടപരിഹാരത്തിന് പകരമുള്ള ആ നിബന്ധനയ്ക്ക് അവൾ മൗനമായി സമ്മതം മൂളി. യഥാർത്ഥത്തിൽ അവനുണ്ടായ നഷ്ടം അത്ര വലുതൊന്നുമായിരുന്നില്ല. പക്ഷേ അവളോടുള്ള വാശി തീർക്കാൻ അവൻ അവളുടെ ആത്മാഭിമാനത്തെ എല്ലാവരുടെയും മുന്നിലിട്ട് തമാശയാക്കുകയായിരുന്നു. ആദ്യത്തെ ആ കൂട്ടിക്കാഴ്ച കാരണം അവൻ അവളോട് ഇപ്പോഴും വളരെ മോശം അഭിപ്രായമായിരുന്നുള്ളത്. അന്ന് അവൾ സംസാരിച്ച രീതി അവൻ ഇപ്പോഴും മറന്നിട്ടില്ല. വളരെ നല്ലത്, കാര്യം പെട്ടെന്ന് മനസ്സിലായതിൽ സന്തോഷം. അവൻ പരിഹാസത്തോടെ ചിരിച്ചു. പിന്നെ ഒരു കാര്യം കൂടി, ഈ കാര്യം ഓഫീസിന് വെളിയിൽ പോകരുത്. അതാണ് നിനക്ക് നല്ലത്. അവൻ അവനിയെ കർശനമായി താക്കീത് ചെയ്തു. അവൾ ശരിയെന്ന മട്ടിൽ തലയാട്ടി. എങ്കിലും ഈ കാര്യം അവൾ മറ്റുള്ളവരോട് എന്തിനാണ് പറയാൻ പോകുന്നത്? തൻ്റെ അന്തസ്സ് അവളായിട്ട് എന്തിനാ കളയുന്നത്? നിനക്കവിടെ താമസം, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും കിട്ടും. പക്ഷേ അവിടെ നിന്റെ സ്ഥാനം വെറുമൊരു വേലക്കാരിയുടേത് മാത്രമായിരിക്കും. അതുതന്നെയാണ് നിനക്കുള്ള ശിക്ഷ. അതുകൊണ്ട് നിന്റെ നില എന്താണെന്ന് മറക്കരുത്. അവളൊന്നും മിണ്ടാതെ വെറുതെ തലയാട്ടി. അവൾക്ക് മറുപടി പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി നീ പോയിക്കോ. നാളെ ഡ്രൈവർ വന്ന് നിന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരും. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് റെഡിയാക്കിയിരുന്നു. അവൻ്റെ അവസാന വാക്ക് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങി. വിക്രമിൻ്റെ അഹങ്കാരത്തിന് ഇപ്പോൾ വലിയൊരു തൃപ്തി കിട്ടിയിരുന്നു. അവൾ ഹോസ്റ്റലിലെത്തി ഒച്ചയും ബഹളവുമില്ലാതെ ശാന്തമായി തൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. സാധനങ്ങൾ ഒതുക്കി വെക്കുന്നത് കണ്ട് മേഘനയ്ക്ക് അത്ഭുതം തോന്നി. അവനി, എന്താ ഇതൊക്കെ? നീ അങ്ങോട്ടായി പോകുന്നത്? എന്തിനാ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത്? മേഘന ആശ്ചര്യപ്പെട്ടാലും കുറഞ്ഞു പോകില്ലായിരുന്നു. കാരണം അവനുടെ പഠിത്തം കഴിയാൻ ഇനിയും 2 വർഷം ബാക്കിയുണ്ട്. അങ്ങനെ ഇരിക്കെ അവൾ സാധനങ്ങളും എടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അച്ഛനും അമ്മയും എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞു. ബാക്കി പഠിത്തം ഞാൻ അവിടെ വെച്ച് പൂർത്തിയാക്കും. മേഘന വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി അവൾ ഒറ്റശ്വാസത്തിൽ കാര്യം പറഞ്ഞു തീർത്തു. മേഘന ആകെ ഞെട്ടിപ്പോയി. പക്ഷെ പെട്ടെന്ന് ഇതെന്താ പറ്റിയത്? അവൾ കടുത്ത ആശയക്കുഴപ്പത്തിലായി. അവൾക്ക് അവനിയുടെ വാക്കുകൾ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇവിടുത്തെ ചെലവുകളൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അവളുടെ ഓരോ ചോദ്യത്തിനും അവൾ മുൻകൂട്ടി തന്നെ മറുപടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിനക്കിപ്പോൾ നല്ലൊരു ജോലിയും കിട്ടിയതല്ലേ? പിന്നെന്തിനാ ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകുന്നത്? നിന്റെ പഠിത്തവും പാഴായി പോകില്ലേ? വീട്ടിൽ ആദ്യം സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് എൻ്റെ ജോലിയെക്കുറിച്ച് അറിഞ്ഞ ഉടനെ എന്നെ തിരിച്ചു വരാൻ പറഞ്ഞത്. അവൾ തൻ്റെ വലിയ സുട്ട്കേസിൻ്റെ സിബിട്ടു. തൻ്റെ സാധനങ്ങളെല്ലാം അതിൽ അടുക്കി പറിച്ചിട്ടുണ്ടായിരുന്നു. മേഘന അവളെ തന്നെ നോക്കി നിന്ന് പോയി. അവളോട് ചോദിക്കാൻ അവളുടെ അടുക്കൽ ഇനി ചോദ്യങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവനെ മിണ്ടാതെ തൻ്റെ സാധനങ്ങൾ ഒരു വശത്തേക്ക് മാറ്റിവെച്ചു ഡ്രൈവർക്കായി കാത്തിരിക്കാൻ തുടങ്ങി. മേഘന അവളോടുള്ള ദേഷ്യത്തോടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഡ്രൈവർ വന്നയുടനെ അവനെ അവളെ കാണാൻ പോലും നിൽക്കാതെ നേരെ പോയി കാറിലിരുന്നു. ജനലിലൂടെ മേഘന നിറഞ്ഞ കണ്ണുകളോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. അവളാണെങ്കിൽ ഒരു വാക്ക് പോലും മിണ്ടാതെയാണ് പോയത്. കാർ 1 മണിക്കൂർ യാത്ര ചെയ്തതിനു ശേഷം വളരെ മനോഹരമായ ഒരു വലിയ ബംഗ്ലാവിന് മുന്നിൽ ചെന്ന് നിന്നു. അതിനു ചുറ്റും നല്ല പച്ചപ്പായിരുന്നു. അതിൻ്റെ നടുവിലാണ് ആ മനോഹരമായ വീടുള്ളത്. അവന് ജനലിലൂടെ തല പുറത്തേക്കിട്ട് ആ ബംഗ്ലാവ് അത്ഭുതത്തോടെ നോക്കി. ഇത്രയും ഭംഗിയുള്ളൊരു വീട് അവൾ ജീവിതത്തിൽ ഒരു പക്ഷെ മുമ്പൊരിക്കലും കണ്ടിട്ടുണ്ടാകില്ല. മോളെ, നീ അകത്തേക്ക് പോയിക്കോ. ഞാൻ സാധനങ്ങൾ എടുത്തു കൊണ്ടുവരാം.
ഡ്രൈവർ വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൾ അകത്തേക്ക് നടന്നു. ആ വീട് പുറത്തു കാണാൻ എത്ര ഭംഗിയുണ്ടായിരുന്നു, അകത്ത് അതിനേക്കാൾ എത്രയോ മനോഹരമായിരുന്നു. അകത്തേക്ക് കയറിയ ഉടനെ ഒരു വലിയ ഹാൾ അവളെ സ്വാഗതം ചെയ്തു. അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ സമയത്താണ് വിക്രമിൻ്റെ നയനാമ്മയുടെ ശ്രദ്ധ അവളുടെ മേൽ പതിഞ്ഞത്. നമസ്തേ ആൻറ്റി, എല്ലാവരും കേൾക്കത്ത വിധം അവൾ ഉറക്കെ പറഞ്ഞു. എല്ലാവരും ഒരുപോലെ അവളുടെ നേർക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. നമസ്കാരം മോളെ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടി. അവളും മുന്നോട്ട് ചെന്ന് അവരുടെ അനുഗ്രഹം വാങ്ങി. മോളെ, നീ ആരുടെ ആളാ? വിക്രമിൻ്റെ അച്ഛൻ ചോദിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ അവളുടെ നേർക്കാണ്. എൻ്റെ പേര് അവനി. ഞാൻ ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതാ. വിക്രം സാറാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, അവൾ സ്വയം പരിചയപ്പെടുത്തി. ഓ, അതാണോ കാര്യം? വിക്രം പറഞ്ഞിരുന്നു. മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയാണ് നിന്നെ അയച്ചതെന്ന് പറഞ്ഞിരുന്നു അല്ലേ? വർമ്മ സർ അത് പറഞ്ഞതും അവൾ പതിയെ തല താഴ്ത്തി. വിക്രം അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ അറിയിച്ചിരുന്നത് കൊണ്ട് അവൾക്ക് പിന്നീട് കൂടുതലൊന്നും വിശദീകരിക്കേണ്ടി വന്നില്ല. അവൾ അവനെ അവിടുത്തെ മറ്റു പണിക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു നിസ്സഹായതയോടെ അവൾ ആ മുറിയിലേക്ക് നടന്നു. ജോലിക്കാരുടെ മുറിയാണെങ്കിലും അത് വളരെ ഭംഗിയിട്ടായിരുന്നു അലങ്കരിച്ചിരുന്നത്. മനസ്സിലതോർത്ത് അവൾക്ക് പ്രശംസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് നിന്റെ മുറി, ഇനി മുതൽ നീ ഇവിടെയാണ് താമസിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവൾ അതേന്ന് തലയാട്ടി. ഡ്രൈവറും അവളുടെ സാധനങ്ങളുമായി തൊട്ടു പിന്നാലെ തന്നെ എത്തി. വേലക്കാരൻ ഡ്രൈവറും ബാക്കി വിവരങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അവിടെ നിന്നും പോയി. അവൾ തൻ്റെ സാധനങ്ങളെല്ലാം അകത്തേക്ക് വലിച്ചു വെച്ച് വാതിലടച്ച് കുറ്റിയിട്ട ശേഷം മുറി മുഴുവൻ ഒന്നുകൂടി കണ്ണോടിച്ചു. മുറിയിൽ ഒരു ചെറിയ കട്ടിൽ, ഒരു സോഫ, ചുവരിലൊരു ചെറിയ കണ്ണാടി എന്നിവയുണ്ടായിരുന്നു. കൂടാതെ ചുവരിലേക്ക് ചേർത്ത് വെച്ച വലിയൊരു അലമാറയും തൊട്ടടുത്ത് തന്നെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. അവൾ നീട്ടിയൊന്ന് ശ്വാസം വിട്ടു. മുഖം കഴുകാനായി അവൾ ബാത്റൂമിലേക്ക് പോയി. വരുൺ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? വരുണിൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഇല്ലല്ലോ. പക്ഷെ നീ എന്താ പെട്ടെന്ന് അങ്ങനെ ചോദിക്കാൻ? അവളുടെ ചോദ്യം കേട്ട് അവൻ അത്ഭുതത്തോടെ നോക്കി. പിന്നെന്തിനാ അവനി അതങ്ങനെ പെട്ടെന്ന് ജോലിയൊക്കെ ഇട്ട് സ്വന്തം നാട്ടിലേക്ക് പോയത്? അവളുടെ ശബ്ദത്തിൽ നല്ല സങ്കടമുണ്ടായിരുന്നു. വരുണിനിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അത് ഓഫീസിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. അതിനുശേഷം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വരുൺ മേഘനയോട് വിശദമായി പറഞ്ഞു. എൻ്റെ ദൈവമേ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവന് എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അവൾ ആകെ ഞെട്ടിപ്പോയിരുന്നു. വിക്രം അവളെ അത്രമാത്രം അഭിമാനിച്ചില്ലേ? പോരാത്തതിന് എന്നോടൊരു വാക്കുപോലും ചോദിക്കാൻ അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. വിക്രമിൻ്റെ പെരുമാറ്റത്തോട് വരുണും നല്ല ദേഷ്യമുണ്ടായിരുന്നു. അവൻ എങ്ങനെ അങ്ങനെ ചെയ്യാൻ തോന്നി? വരുൺ, ഒരു തെറ്റ് പറ്റി, അത്രയല്ലേ ഉള്ളൂ. അതിന് ജോലിയിൽ നിന്ന് കളയാൻ മാത്രം അവൾ എന്താ വലിയ കുറ്റമാണോ ചെയ്തത്? അവൻ ആരാണെന്നാണ് അവൻ്റെ വിചാരം? ഒരു പക്ഷേ ഇതേ തെറ്റ് അവനാണ് ചെയ്തതെങ്കിലും. വിക്രമിനോട് മേഘനക്ക് കടുത്ത ദേഷ്യം തോന്നി. അവന് തന്നോട് ഈ കാര്യമൊന്നും പങ്കുവെച്ചില്ല എന്നോർത്ത് അവൾക്ക് വിഷമമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാടോ? അവന് ദേഷ്യം വന്നാൽ പിന്നെ ആര് പറയുന്നതും കേൾക്കില്ല. ഞാൻ അവൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള ശീലമാണ്. കൂട്ടുകാരനെന്ന കാര്യം പോലും അവൻ മറന്നു പോകും, അവൻ സങ്കടത്തോടെ പറഞ്ഞു. എങ്കിൽ പിന്നെ നിനക്ക് അവനെ അങ്ങ് ഉപേക്ഷിച്ചുകൂടെ? ആ കൂട്ടുകെട്ട് അവിടെ വെച്ച് അവസാനിപ്പിക്കും, മേഘന വരുണിനോട് ഉപദേശിച്ചു. അവളുടെ വാക്കുകൾ കേട്ട് അവൻ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. ഇല്ല മോളെ, എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അവൻ എങ്ങനെയുള്ളവനായാലും എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളിലും അവൻ എൻ്റെ കൂടെയുണ്ടായിരുന്നു. എനിക്ക് വലിയൊരു തണലായിരുന്നു അവൻ. സ്വന്തം ആളുകൾ പോലും കൂടെയില്ലാതിരുന്ന അവസ്ഥയിൽ അവൻ എൻ്റെ കൂടെ നിന്നു. അവനിലുള്ള ഒരു ചെറിയ തെറ്റ് കണ്ട് അവൻ ചെയ്ത ബാക്കി നല്ല കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. ദേഷ്യം വരുമ്പോൾ അവൻ കുറച്ച് കടുപ്പത്തിൽ പെരുമാറുന്നത് ശരിയാണ്, പക്ഷെ മനസ്സ് വളരെ നല്ലതാണ്. ഒരു പക്ഷെ അവൻ തൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ ആരോടും പുറത്തു കാണിക്കാത്തത് കൊണ്ടാകാം. അവൻ പതുക്കെ പറഞ്ഞു നിർത്തി. വിക്രമിൻ്റെ നല്ല ഗുണങ്ങളെക്കുറിച്ച് വരുൺ പറയുന്നുണ്ടായിരുന്നെങ്കിലും മേഘനക്കത് കേൾക്കാനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവനിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് അവളോട് ക്രൂരത കാണിച്ച കാര്യം മാത്രമാണ് അവളുടെ മനസ്സിൽ വന്നത്. വിക്രം ഓഫീസിൽ നിന്ന് തിരികെ വന്നപ്പോഴേക്കും ഒത്തിരി വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ മുറികളിലായിരുന്നു. വീട്ടിലെ വേലക്കാരി വന്ന് ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞു. നീ പോയി അവനെ വിളിച്ചു കൊണ്ടുവരും. അല്പസമയത്തിനുള്ളിൽ അവൾ അവനെ കൂട്ടിക്കൊണ്ടുവന്നു.
ശരി, നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവൻ അവരവിടുന്ന് വിട്ടു. ഇപ്പോൾ അവനെയും അവനും മാത്രമായി ആ ഹാളിൽ നിന്നു. നോക്കൂ, നീ ഞങ്ങളുടെ അമ്മൂമ്മയെ നോക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അമ്മൂമ്മക്ക് സുഖമില്ല. അതുകൊണ്ട് ഒരാൾ മുഴുവൻ സമയവും കൂടെ ഉണ്ടായിരിക്കണം. അവർക്ക് സമയത്തിന് മരുന്നും ഭക്ഷണവും കൊടുക്കണം. അവൻ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുമ്പോൾ അവൾ തല താഴ്ത്തി ശരിയെന്ന ഭാവത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. എപ്പോഴത്തിനേക്കാളും ഇപ്പോൾ അവൻ്റെ സംസാരിക്കുന്ന രീതി കുറച്ച് ഭേദമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ശരി, നീ പോയി ഉറങ്ങിക്കോളൂ. നാളെ രാവിലെ മുതൽ നിന്റെ ജോലി തുടങ്ങിക്കോ എന്ന് പറഞ്ഞവൻ അവളോട് പോകാൻ പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. അവിടുത്തെ മിനുസമുള്ള തറയിൽ അവളുടെ കാൽ തട്ടി വീഴാൻ പോയതും വിക്രം പെട്ടെന്ന് മുന്നോട്ട് വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിച്ചു. ഇതോടെ അവർ നേരെ അവൻ്റെ നെഞ്ചിലേക്ക് വന്നു വീണു. അവനുടെ നെഞ്ചിടിപ്പ് ഒരു നിമിഷം നിലച്ചതുപോലെയായി. അവൾ അത്രയും അടുത്ത് നിന്നപ്പോൾ വിക്രമിൻ്റെ ഹൃദയവും എടുക്കാൻ തുടങ്ങി. ഇരുവരും അറിയാതെ പരസ്പരം നോക്കിപ്പോയി. രണ്ട് ഹൃദയങ്ങളും ഒന്നിച്ച് വേഗത്തിൽ മിടിച്ചു. വിക്രം അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി അങ്ങനെ മുഴുകിപ്പോയി. അവൾ തന്നെ നോക്കി അങ്ങനെ നിന്നു. അവനെ അവൻ്റെ പിടിയിൽ നിന്ന് മാറിയപ്പോഴാണ് അവന് ബോധം വന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പരിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചവൻ തൻ്റെ പെരുമാറ്റത്തിലുള്ള ചെറിയ പരിഭ്രമം കാണിച്ചു. ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവൻ്റെ കൺമുന്നിൽ നിന്നും പോയി. വിക്രമിൻ്റെ മനസ്സിലിപ്പോൾ വിചിത്രമായ പല ചിന്തകളുണ്ടായിരുന്നു. അവൻ തൻ്റെ കുപ്പായത്തിൻ്റെ ബട്ടൺ അയച്ച് മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചു. ഈ കൊടും തണുപ്പിലും അവനാകെ വിയർക്കുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. രാവിലെ അവൾ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അവൾ അടുക്കള ഭാഗത്തേക്ക് നടന്നു. പക്ഷേ പെട്ടെന്നാണ് മുന്നിൽ വന്ന വിക്രമിൻ്റെ മേൽ ശക്തമായി ഇടിച്ചത്. വിക്രം പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ താഴെ വീണു പോയേനെ. നിനക്ക് നോക്കി നടക്കാൻ അറിയില്ലേ? അതോ നിനക്ക് നടക്കാൻ പോലും അറിയില്ലേ? എപ്പോഴും ഇങ്ങനെ വന്ന് വീണോളും, വിക്രം ദേഷ്യം വിളിച്ചു പറഞ്ഞു. തലേ ദിവസം രാത്രിയും ഇതുപോലെ വീഴാൻ പോയതാണല്ലോ. ക്ഷമിക്കണം സാർ, അറിയാതെ പറ്റിപ്പോയതാണ്. അവൾക്കാകെ നാണക്കേടായി. ഓരോ തവണയും അവൻ്റെ മുന്നിൽ തന്നെ ചെന്നപ്പെടുന്നത് ആലോചിച്ച് അവൾക്ക് സ്വന്തം വിധിയോർത്ത് ഭ്രാന്തി പിടിച്ചു. തൻ്റെ അശ്രദ്ധയൊക്കെ ഒന്ന് കുറക്കാൻ നോക്ക്, എങ്കിലേ ജീവിതത്തിൽ സമാധാനമുണ്ടാവും. അവൻ അവളോട് ഉപദേശ രൂപേണ പറഞ്ഞിട്ട് തൻ്റെ മുറിയിലേക്ക് പോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തലക്ക് കൈവച്ചു പോയി. താൻ എന്ത് പാപമാണ് ചെയ്തത് ഈ ശിക്ഷയൊക്കെ അനുഭവിക്കാൻ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവിടെ 3 പേർ ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു. നിനക്ക് എന്തെങ്കിലും വേണമോ കുട്ടി? അവരിൽ ഒരാൾ അവളെ കണ്ട് ചോദിച്ചു. അതെ, മുത്തശ്ശിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. അവർ ഏത് സമയത്താണ് കഴിക്കുക? അവൾ ചോദിച്ചു. അവർ 7 മണിക്ക് സ്വന്തം മുറിയിൽ വെച്ച് തന്നെ കഴിക്കും. എല്ലാം തയ്യാറാണ്, ഇതങ്ങ് കൊണ്ടുപോയിക്കോളൂ. അതും പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് പ്ലേറ്റ് വെച്ച് കൊടുത്തു. അവൾ അത് വാങ്ങിക്കൊണ്ട് അമ്മൂമ്മയുടെ മുറിയിലേക്ക് നടന്നു. വാതിലിൽ മുട്ടിയതും വിക്രം വന്ന് കതക് തുറന്നു. അത് കണ്ടതും അവൾ വീണ്ടും തലയിൽ കൈവച്ചു പോയി. ഇതെന്താ എപ്പോഴും ഇയാൾ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? അകത്തേക്ക് വരൂ, അവൻ പറഞ്ഞു. അവൻ അമ്മൂമ്മയുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. സാധാരണ രാവിലെ മാത്രമാണ് അവൻ അമ്മൂമ്മയുടെ കൂടെ സമയം ചെലവഴിക്കാറുള്ളത്. കാരണം രാത്രിയാകുമ്പോഴേക്കും വൈകും. അപ്പോഴേക്കും അമ്മൂമ്മ മരുന്നൊക്കെ കഴിച്ച് ഉറങ്ങിയിട്ടുണ്ടാകും. അവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോകാനാഞ്ഞു. പ്ലീസ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാമോ? അവൻ വളരെ മൃദുവായി ചോദിച്ചു. അവൻ്റെ അശാന്തമായ സംസാര രീതി കണ്ട് അത്ഭുതത്തോടെയാണ് അവന് പുറത്തേക്ക് പോയത്. ഇയാൾക്ക് 2 സ്വഭാവമാണല്ലോ. ഓഫീസിലാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനും ക്രൂരനുമാണ്. എന്നാൽ വീട്ടിൽ വന്നാൽ ഇത്രയും പാപവും സ്നേഹമുള്ളവനും. അവൾ ഇതേ ചിന്തകളോടെ അവന് കൊടുക്കാൻ വെള്ളം എടുത്തു കൊണ്ടുവന്നു. ഇതാ വെള്ളം. അവൾ ആ ഗ്ലാസ് വിക്രമിന് നേരെ നീട്ടി. അവൻ ആ ഗ്ലാസ് വാങ്ങുന്നതിനിടയിൽ അവൻ്റെ കൈ അവളുടെ കയ്യിൽ തട്ടി. ഒറ്റ നിമിഷം കൊണ്ട് ഒരു കറണ്ട് ഷോക്ക് അടിച്ചതുപോലെ അവൾ പെട്ടെന്ന് കൈ പിന്നോട്ട് വലിച്ചു. വിക്രം അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ തീക്ഷ്ണമായ നോട്ടം താങ്ങാനാകാതെ അവൾ പ്ലേറ്റ് അവിടെ തന്നെ വെച്ച് വേഗം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടി.